ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ മാത്സ് ആൻഡ് ഡ്രൈയുടെ ഒരു ക്ലാസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെ ടൈപ്സ് ഓഫ് ബോണ്ടിങ്ങും ബോണ്ടിങ്ങിൻ്റെ എങ്ങനെയാണ് ബോണ്ടിങ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പഠിച്ചിരുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ബോണ്ട് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊക്കെയായിരുന്നു റൂൾസ് ഫോർ ബോണ്ടിങ് പറഞ്ഞത്. ആൻഡ് ടൈപ്സ് ഓഫ് ബോണ്ട് എന്ന് പറയുമ്പോൾ സ്ട്രെച്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, റേക്കിംഗ് ബോണ്ട്, സിഗ്സാഗ് ബോണ്ട്, ഗാർഡൻ വോൾ ബോണ്ട്. അപ്പോൾ ഈ ബോണ്ടുകളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രെച്ചർ ബോണ്ട്. ഇൻ സ്ട്രെച്ചർ ബോണ്ട് ഓൾ ദ ബ്രിക്സ് ആർ ലേഡ് ആസ് സ്ട്രെച്ചേഴ്സ്. സ്ട്രെച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ വോളിൻ്റെ ലെങ്ത്തിന് പാരലായിട്ട് ലേ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ ഇൻ സ്ട്രെച്ചർ ബോണ്ട് ഓൾ ദ ബ്രിക്സ് ആർ ലേഡ് ആസ് സ്ട്രെച്ചേഴ്സ് ഓൺ ദ ഫേസസ് ഓഫ് ദ വോൾ. ഫേസസിൽ സാധാരണ യൂസ് ചെയ്യുന്ന സ്ട്രെച്ചർ ബോണ്ട് ആണ്. ഇനി ഹാർട്ടിലാണെങ്കിൽ എന്താണ് യൂസ് ചെയ്യുക? ഹെഡർ ആണ് യൂസ് ചെയ്യുക. The length of the bricks are thus along the direction of the wall. The overlap is equal to half the length of the brick. ഇവിടെ എല്ലായിടത്തും കാണാം ഈ ഹാഫ് ദ ലെങ്ത്തിലാണ് അടുത്ത ബ്രിക്ക് ഓവർലാപ്പ് ചെയ്ത് വരുന്നത്. This affected by starting the alternate courses with a half brick bat. അപ്പോൾ ഇത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു ലെയർ കഴിഞ്ഞ് അടുത്ത ലെയർ അല്ലെങ്കിൽ അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നൊരു ഹാഫ് ബ്രിക്ക് ബാറ്റാണ്. And this pattern is used only for those walls which have thickness of half brick, such that those used as the partition walls and cavity wall. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്, പാർട്ടീഷൻ വോൾസിനും ക്യാവിറ്റി വോൾസിനും. അപ്പോൾ ലെങ്ത് വൈസ് ഇടുന്നത് ഏതാണെന്ന് ഓർക്കുക, സ്ട്രെച്ചർ ബോണ്ടാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ ലാർജർ തിക്നെസ്. ഓക്കെ, അപ്പോൾ ദ വോൾസ് വിച്ച് ഹാവ് ദ തിക്നെസ് ഹാഫ് ഓഫ് ദ ഹാഫ് ബ്രിക്ക്, അതാണ് അത്രയും ഉള്ള ആ തിക്നെസ് വേണ്ടതിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, സച്ച് ആസ് പാർട്ടീഷൻ വോൾ ആൻഡ് ക്യാവിറ്റി വോൾ. അടുത്ത ഹെഡർ ബോണ്ടാണ്. ഹെഡർ ബോണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഇഷ്ടികയുടെ നേരെ ബ്രിക്കിൻ്റെ നേരെ ആ ഒരു സൈഡ് വ്യൂ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓൾ ദ ബ്രിക്സ് ആർ ലേഡ് ആസ് ഹെഡേഴ്സ്. അപ്പോൾ ആ ലെങ്ത് വൈസ് ഉള്ള പോർഷൻ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെയായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. In header bond, all the bricks are laid as headers on the faces of the wall. The width of the brick is thus എങ്ങനെയാണ് width? Along the direction of the wall. ഓക്കെ, മറ്റേതിൽ ലെങ്ത് ആയിരുന്നു along the direction of the wall. And this can be made only when the thickness of the wall is equal to 1 brick. അപ്പോൾ ഈ വോളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്ര വരും? ഒരു ബ്രിക്ക് ലെങ്ത് വരും. It is suitable for partition walls. And this bond is also used for curved brickwork. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കർവ്ഡ് ബ്രിക്ക് വർക്കിന് യൂസ് ചെയ്യും, പാർട്ടീഷൻ വോളിനും യൂസ് ചെയ്യും. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബോണ്ടാണ് ഫോർ ഓൾ വോൾ തിക്നെസ്. ഓക്കെ, സോ ഇത് ഓർത്ത് വയ്ക്കുക, ഇംഗ്ലീഷ് ബോണ്ടാണ് ഫോർ ഓൾ വോൾ തിക്നെസ്സിന് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട്. സോ വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ട്? ഇംഗ്ലീഷ് ബോണ്ട്. ഇതിൽ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ആയിട്ട് ഹെഡേഴ്സ് ഓർ സ്ട്രെച്ചേഴ്സ് അങ്ങനെ മാറ്റിയാണ് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഇവിടെ കാണാം, ആദ്യത്തേത് എന്താണ്? സ്ട്രെച്ചർ കോഴ്സ് ആണ്. അടുത്ത കോഴ്സ് ഏതാണ് വെച്ചിരിക്കുന്നത്? ഹെഡർ ആണ്. ഓക്കെ, അതിന് ഇടയ്ക്കൊരു ചെറിയൊരു ബാറ്റ് വെച്ചിട്ട് ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്, ഈ ജോയിൻറ്റ് കറക്റ്റ് ആക്കാനായിട്ട്. ആൻഡ് അടുത്തത് ഒരു സ്ട്രെച്ചർ വെച്ചിട്ടുണ്ട്, പിന്നെ ഹെഡറാണ്, അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്ട്രെച്ചർ കോഴ്സ് ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ഈ സ്ട്രെച്ചർ കോഴ്സിൻ്റെ പ്ലാൻ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതായത് ഫോർ ദ ഇംഗ്ലീഷ് ബോണ്ട് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കും. ഇവിടെ ഈ ഒരു സ്ട്രെച്ചർ കോഴ്സ് വെച്ചിരിക്കുന്നു, ആൻഡ് ദെൻ ഹിയർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ നെക്സ്റ്റ് മുകളിലുള്ള ലെയർ, അതായത് ഈ ലെയറിൻ്റെ ഇതെങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പോർഷൻ വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ആ പോർഷനാണ് ഇവിടെ വരുന്നത്. ആൻഡ് ദെൻ അതിൻ്റെ പ്ലാനോ ഹെഡർ കോഴ്സ് ഇതാണ് വരുന്നത്. പ്ലാനോ ഹെഡർ കോഴ്സ് ആണിത്. ആ ഒരു ഷെയ്ഡഡ് പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്.
ഓക്കെ, ഇത് ജസ്റ്റ് ഓർത്താൽ മതി. സ്ട്രക്ചറും ഹെഡറും നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുന്നു. അത് ഇംഗ്ലീഷ് ബോണ്ടാണ്. സോ അത് നമുക്ക് ഏത് സ്ട്രെങ്ത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ 2 ലെയർ ആയിട്ടാണ് ഇവിടെ സ്ട്രക്ചർ കോഴ്സ് ഇട്ടിട്ടിരിക്കുന്നത്. കാരണം അടുത്ത ലെയറിൽ എന്ത് വരണം? ഹെഡർ ബോണ്ട് വരണം. അപ്പോൾ ഇത്രയും ലെങ്ത് വൈസ് നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഇവിടെ 2 ലെയർ ഇട്ടു, ഇവിടെ 1 ലെയർ. ഓക്കെ. And some essential features of English bond. Alternative causes and alternate എന്നാണ് കേട്ടോ. Alternate causes are headers or structures in elevation. There are no continuous vertical join. ഈ കണ്ടിന്യൂസ് ഉണ്ടാവാതിരിക്കാനാണ് ഇടയ്ക്ക് ചില ചെറിയ ബാറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. Every alternate header is centrally placed over a structure. The hearting അല്ലെങ്കിൽ middle portion of each of the thicker wall consists of only of header when wall thickness is an even multiple of half brick. അതായത് വോളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു ഹാഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഹാഫ് ബ്രിക്കിൻ്റെ ഈവൻ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഇപ്പോൾ ഹാഫ് ബ്രിക്കിൻ്റെ ഈവൻ മൾട്ടിപ്പിൾസ് 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എത്രയാണ്? 1 ബ്രിക്ക് വിട്ട്. അല്ലെങ്കിൽ എത്രയാണ്? 4ൻ്റെ മൾട്ടിപ്പിൾ കൊടുത്താൽ 4 ബ്രിക്ക് വിട്ട്. അപ്പോൾ വെൻ ദ വോൾ തിക്നെസ് ഈസ് ആൻ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്ക്. എപ്പോഴും ഹാഫ് ബ്രിക്ക് സൈസിലാണ് ഇത് നോക്കുന്നത്. ഇവിടെ സ്ട്രക്ചർ ബോണ്ട് വന്നപ്പോൾ ഹാഫ് ബ്രിക്ക് എന്നല്ല, ഹാഫ് ബ്രിക്കിൻ്റെ തിക്നെസ് ആയിരുന്നു. ഇവിടെയാണെങ്കിൽ ഫുൾ ബ്രിക്കിൻ്റെ തിക്നെസ് ആയിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ ഏത് തിക്നെസ്സിലാണോ നമുക്ക് വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 1 ബ്രിക്ക് തിക്നെസ്, 2 ബ്രിക്ക് തിക്നെസ് അങ്ങനെ ചെയ്യാം. എപ്പോഴാണ്? തിക്നെസ് ഈസ് ആൻ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്ക്. അടുത്തത് തിക്നെസ് ഈസ് ആൻ ഓൾഡ് മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്ക്, അതായത് 1.5 ബ്രിക്ക്. പിന്നെ അടുത്ത 2.5. ഈ 2.5 എന്ന് വരുന്നത് എപ്പോഴാണ്? നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? നമുക്ക് 5 ആണെങ്കിൽ എന്താണ് വരുന്നത്? അതുപോലെ 2.5, 5/2 എന്ന് വന്നു കഴിഞ്ഞാൽ 2.5 എന്ന് വരുന്നത്. അതായത് 5/2 എന്ന് വെച്ചാൽ 5 × 1/2. ഈ 1/2, 1.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 1/2, അതായത് 3 × ഹാഫ്. ഓക്കെ, 3 × ഹാഫ് ആണ് 3/2. അതാണ് 1.5 എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ. And that present structures on one face and header on the other face. Okay, so wall thickness ഇങ്ങനെയാണെങ്കിൽ സെയിം അപ്പിയറൻസ് ആയിരിക്കും 2 ഫേസിലും. ഇനി ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും? ഒരു ഫേസിൽ സ്ട്രക്ചർ ആണെങ്കിൽ അടുത്ത ഫേസിൽ ഹെഡർ ആയിരിക്കും. ഇപ്പോൾ 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതൊരു 1.5 ബ്രിക്ക് വോളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ഒന്നിൽ ഹെഡ് സ്ട്രക്ചർ ആണെങ്കിൽ അടുത്തതിൽ ഹെഡർ ഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ തന്നെ സ്ട്രക്ചർ കോഴ്സിൻ്റെ പ്ലാനും അതുപോലെ ഹെഡർ കോഴ്സിൻ്റെ പ്ലാനും. അപ്പോൾ ഇത് ഈ കാണിച്ചിരിക്കുന്ന 1.5-ൻ്റെയും അടുത്തത് 2-ൻ്റെയാണ്. ഇത് 2 ബ്രിക്കാണ്. ഇതിന് ഈ താഴെ വരെ കൊടുത്തിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന 1.5-ൻ്റെയാണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇതിൻ്റെ തിക്നെസ് ആണ് നമ്മൾ പറയുന്നത്. തിക്നെസ്സിനകത്ത് ഇവിടെ 1 ബ്രിക്കിൻ്റെ ലെങ്ത്, ഇവിടെ ഹാഫ് ബ്രിക്കിൻ്റെ ലെങ്ത്, അതാണ് 1.5. ഇവിടെയാണെങ്കിൽ ഇതൊരു ഹാഫ് വന്നു, ഇതൊരു ഹാഫ് വന്നു, ഇത് 1 വന്നു. അപ്പോൾ മൊത്തം 2 ബ്രിക്ക് തിക്നെസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിലാണെങ്കിൽ ഒരു ഇവിടെ വരുന്നത് ഈ ഒരു ലെയർ വരുന്നത് ഹെഡറും അതുപോലെ സ്ട്രക്ചർ. ഇവിടെ ഹെഡറും ഇത് സ്ട്രക്ചറും വന്നു. ഇവിടെയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി മാറി ഇടുകയാണ് ചെയ്യുന്നത്. ഫ്ലെമിഷ് ബോണ്ടിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചർ, അതായത് ഓരോ കോഴ്സിൽ തന്നെ എന്തുണ്ട്? ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓരോ ഓൾട്ടർനേറ്റ് കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ ഹെഡർ ഫ്രം ദ കോണം. അതാണ് ഫ്ലെമിഷ് ബോണ്ടിൻ്റെ പ്രത്യേകത. ഓരോ കോഴ്സിലും തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡറും സ്ട്രക്ചറും ഉണ്ട്. എല്ലാ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ ഹെഡർ ഫ്രം ദ കോണം. ഇനി ഓവർലാപ്പ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ യൂസ് ക്യൂൻ ക്ലോസേഴ്സ് പ്ലേസ്ഡ് നെക്സ്റ്റ് ടു ക്യൂൻ ഹെഡർ ഇൻ ഓൾട്ടർനേറ്റ് കോഴ്സസ്.
Every header is centrally supported over the structure below it. ഇനി ടു ടൈപ്സ് ഓഫ് ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്. ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നോക്കാം. ഇവിടെ കാണാം. നോക്കൂ, ഈ ഒരു ഫസ്റ്റ് ലെയറിൽ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അടുത്ത ഒരു ഹെഡറും ഉണ്ട്. അതായത് ഒരു ലൈനിൽ തന്നെ അല്ലെങ്കിൽ ഒരു കോഴ്സിൽ തന്നെ എന്തുണ്ട്, ഹെഡറും സ്ട്രക്ചറും ഉണ്ട്. അത് ഓർത്തിരുന്നാൽ മതി. ഇനി ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിൽ ഈച്ച് കോഴ്സ് ഹാസ് ദ സെയിം അപ്പിയറൻസ് ബോത്ത് ഇൻ ദ ഫ്രണ്ട് ഫേസ് ആൻഡ് ഇൻ ദ ബാക്ക് ഫേസ്. Alternate header and structures are laid in each course. Because of this, double Flemish bond has better appearance than English bond. ഇംഗ്ലീഷ് ബോണ്ടിനേക്കാൾ ഒരു അപ്പിയറൻസ് ഉണ്ട്. കാരണം എല്ലാ കോഴ്സും ഒരുപോലെ ആയിരിക്കും. അതായത് എവിടെയാണ്, ഫ്രണ്ട് ഫേസിലാണെങ്കിലും ബാക്ക് ഫേസിലാണെങ്കിലും. ഇനി സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിൽ ഫേസിങ് ഈസ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്, എന്നാൽ ബാക്കിംഗ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. ഫേസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പോർഷൻ എലിവേഷൻ, ആൻഡ് ബാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള പോർഷൻ. സോ ദിസ് ബോണ്ട് ഹാസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് അപ്പിയറൻസ് ഓഫ് ദ ഫ്ലെമിഷ് ബോണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇതിൽ രണ്ട് എൻഡിലും ഒരുപോലെ ഇരിക്കും. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിൽ ഒരുപോലെയല്ല, ബാക്കിങ്ങിൽ ഇംഗ്ലീഷ് ബോണ്ടാണ്. സോ അതിൻ്റെ ആ സ്ട്രെങ്ത്തും കൂടി കിട്ടും. മിനിമം തിക്നെസ് ഈസ് 1 wall brick ആണ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്. ഇനി ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് പ്ലേസ്ഡ് ഓൾട്ടർനേറ്റ്ലി. ഇറ്റ് ഹാസ് ദ സെയിം അപ്പിയറൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻ ദ ബാക്കിംഗ് ആൻഡ് ഫേസിംഗ്. ഇൻ വാൾസ് വിത്ത് തിക്നെസ് ഈക്വൽ ടു ഓഡ് മൾട്ടിപ്പിൾ ഹാഫ് ബാറ്റ് ആൻഡ് 3/4 ബാഗ്സ് ആർ യൂസ്ഡ്. അല്ലെങ്കിൽ നമുക്ക് ബാക്കിനൊന്നും എന്ത് വേണ്ട, നോ ബാഗ്സ് ആർ യൂസ്ഡ്. And queen closures are used next to queen headers in every alternate course to break the continuity of vertical join. Queen closures are used to next to queen header. കമ്പാരിസൺ ചെയ്യുവാണ് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ട്. ഓക്കെ, സോ ഇംഗ്ലീഷ് ബോണ്ടിൽ ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് എയ്തർ സ്ട്രക്ചർ ഓർ ഹെഡർ, ഏതെങ്കിലും ആയിരിക്കും ഉണ്ടാവുക ഒരു കോഴ്സിൽ. പക്ഷേ ഫ്ലെമിഷ് ബോണ്ടിൽ രണ്ടും ഉണ്ടായിരിക്കും. ബോത്ത് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ഇൻ വൺ കോഴ്സ്. ഫോർ വാൾസ് തിക്കർ ദാൻ 1 brick, ഇംഗ്ലീഷ് ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ഫ്ലെമിഷ് ബോണ്ട്. For walls thicker than 1 brick, English bond is stronger. അതാണ് നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഇംഗ്ലീഷ് ബോണ്ട് ബാക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫ്ലെമിഷ് ബോണ്ട് ഗീവ്സ് മോർ പ്ലീസിംഗ് അപ്പിയറൻസ് ദാൻ കമ്പയർഡ് ടു ഇംഗ്ലീഷ് ബോണ്ട്. ആൻഡ് ഗ്രേറ്റർ സ്കിൽ ഈസ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലെമിഷ് ബോണ്ട്. ഓക്കെ, more quantity of mortar is required for Flemish bond. More quantity of mortar വേണ്ട എന്തിനാണ്, Flemish bond. And broken bricks can be used in the form of bats in the Flemish bond. നമ്മൾ കൂടുതലും bats യൂസ് ചെയ്യുന്നത് ഫ്ലെമിഷ് ബോണ്ടിലാണ്. ഇതാണ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഇപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് എൻഡ് നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ കണ്ടോ, ഇതാണ് കാണുന്നത്. സോ ബാക്ക് എൻഡിലാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് രണ്ട് ലുക്കും സെയിം പോലെ വരുന്നത്. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് 2 brick wall. ഇത് കോഴ്സസ് 2, 4, 6, 8. ഇത് 1, 3, 5, 7. അതായത് ആ ഒരു ഏതൊക്കെയാണ് കോഴ്സസ് എന്ന് കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ നോക്കാം. 2, 4, 6, സോറി, ഇത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിൽ ഇവിടെ ഓക്കെ പിക്ചർ മാറിപ്പോയിട്ടാണ്. ഓക്കെ, അത് ലീവ് ഇറ്റ്. ദെൻ റേക്കിംഗ് ബോണ്ട്, അടുത്ത ബോണ്ടിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയാൽ മതി, പിക്ചർ ഇട്ടത് മാറിപ്പോയതാണ്. റേക്കിംഗ് ബോണ്ട് ഇൻ വെരി തിക്ക് വോൾ the longitudinal stiffness less ആയിരിക്കും, as the number of header used is more than the number of structure in between the facing and backing. അപ്പോൾ ഭയങ്കര തിക്കായിരിക്കുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനലി ഉള്ള ഒരു സ്റ്റിഫ്നെസ് ലെസ് ആയിരിക്കും, ഹെഡർ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക, നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് ഇൻ ബിറ്റ്വീൻ ഫേസിങ് ആൻഡ് ബാക്കിംഗ് ആയിരിക്കും. ഓക്കെ, ടു റെക്ടിഫൈ ദിസ് ഡിഫക്റ്റ്
എന്ത് ഡിഫക്റ്റാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റിഫ്നെസ് കുറവാണെന്നുള്ള ഡിഫക്റ്റ്. റേക്കിംഗ് കോഴ്സസും ഇടയ്ക്ക് ഇടും. അതായത് ഈ ഒരു സ്ട്രെച്ചറും ഹെഡറും കോഴ്സസ് പോണതിൻ്റെ ഇടയ്ക്ക് എന്തും വരും? റേക്കിംഗ് കോഴ്സസും വേണം. അപ്പോൾ അതിനുവേണ്ടി റേക്കിംഗ് ബോൺസ് ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻ ടു ഗെറ്റ് മാക്സിമം സ്ട്രെങ്ത് ഇൻ ദ വോൾ. അപ്പോൾ റേക്കിംഗ് ബോണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഹെഡറും ഇവിടെ സ്ട്രെച്ചറും ഒക്കെ ഇട്ടാലും അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ വിടും. അതാണ് ആദ്യത്തേത്, ഡയഗണൽ ബോണ്ട്. ബ്രിക്സ് ആർ അറേഞ്ച്ഡ് അറ്റ് 45 ഡിഗ്രി ടു മേക്ക് എക്സ്ട്രീം കോർണർ ഓഫ് ദ സീരീസ് റിമെയിൻ ഇൻ കോൺടാക്ട് വിത്ത് ദ എക്സ്റ്റേണൽ ലൈൻ ഓഫ് ദ സ്ട്രെച്ചർ. ഓക്കെ, ഇതാണ് ഡയഗണൽ ബോണ്ട്. ആൻഡ് ദെൻ ഹിയറിംഗ് ബോണ്ട്. ഇത് ഈ വോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ അല്ല, ടോപ്പ് വ്യൂ അഥവാ പ്ലാൻ ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. സോ ആ തിക്നെസ്സിൻ്റെ പോർഷനാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ തിക്നെസ് ഉള്ള വോൾസിന് നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് ഇങ്ങനെ ഡയഗണലായിട്ട് കൊടുക്കും. ആൻഡ് ഹിയറിംഗ് ബോണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഹാഫ് പോർഷനിൽ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഡയഗണൽ വൈസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹാഫ് പോർഷൻ വേറെ ഡയറക്ഷനിലാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ വരും. ഇത് രണ്ടും, ഈ കൊടുത്തിരിക്കുന്ന രണ്ട് റേക്കിംഗ് ബോണ്ടും ഏതാണ്? പ്ലാനിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫോർ തിക്നെസ് മോർ ദാൻ 4 ബ്രിക്ക് തിക്നെസ്സിനേക്കാളും കൂടുതൽ തിക്നെസ് ഉള്ള ഇതിനാണ് യൂസ് ചെയ്യുന്നത് ഹെറിംഗ് ബോണ്ട് ബ്രിക്ക്. ഇനി സിക്സാഗ് ബോണ്ട് ഉണ്ട്. സിക്സാഗ് എന്ന് പറയുമ്പോൾ ഇത് എലിവേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ സിക്സാഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. Bricks are laid in a zigzag way, commonly employed for paving the brick floor. ബ്രിക്ക് ഫ്ലോർ ഒക്കെ ലേ ചെയ്യാനാണ് ഉപയോഗിക്കാറ്. ഇനി ഗാർഡൻ വോൾ ബോണ്ട് ഉണ്ട്. ഗാർഡൻ വോൾ എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് ഓഫ് ഹെഡേഴ്സ് ടു 3 or 5 കോഴ്സസ് ഓഫ് സ്ട്രെച്ചേഴ്സ് ആണ് ഉള്ളത്. ക്യൂൻ ക്ലോസർ ലെയ്ഡ് നെക്സ്റ്റ് ടു ക്യൂൻ ഹെഡർ ഓഫ് ദ ഹെഡിങ് കോഴ്സ് ആൻഡ് മിഡിൽ കോഴ്സ് ഓഫ് ദ സ്ട്രെച്ചർ ഈസ് സ്റ്റാർട്ടഡ് വിത്ത് എ ഹെഡർ. മിഡിൽ കോഴ്സ് ഓഫ് ദ സ്ട്രെച്ചർ ഇസ് സ്റ്റാർട്ടഡ് വിത്ത് എ ഹെഡർ. ആ ഒരു ഗാർഡൻ വോൾ ബോണ്ടിൻ്റെ പിക്ചർ കാണിക്കാം. ഇതാണ് ഗാർഡൻ വോളിൻ്റെ പിക്ചർ വരുന്നത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഹെഡർ ആൻഡ് ഇതൊരു സ്ട്രെച്ചറാണ്, ഇത് അടുത്തും സ്ട്രെച്ചറാണ്, ഇവിടെ സ്ട്രെച്ചറാണ്, ഇത് ഹെഡറാണ്. അങ്ങനെ ഒരു ഓർഡറിലല്ല, ആ ഒരു നമ്മുടെ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ ഓർഡറിലല്ല വന്നിരിക്കുന്നത്. So this arrangement consists of 1 course of header to 3 or 5 courses of stretcher. Then there are 3 types under garden wall, English bond. Garden wall inde തന്നെ ഫ്ലെമിഷ് ബോണ്ട്, ഗാർഡൻ വോളിൻ്റെ തന്നെ മോങ്ക് ബോണ്ടും ഉണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കറക്റ്റ് ആക്കാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഇത് 3/4 ബാറ്റാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എല്ലാ ബോണ്ടിൻ്റെയും ആ ഒരു പ്രധാന കാര്യം മാത്രം നോക്കുക. ഈ പിക്ചർ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഞാനത് വീണ്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.